ഒരു ബാപ്പ മോനോട് പറഞ്ഞ കഥയുണ്ട്. ബാപ്പ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത വീട്ടില് ഒരു ചോറുണ്ട്, അത് കളയരുത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു. അപ്പൊ ഇവനിങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അത് രാത്രി വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ അയൽവക്കത്തൊക്കെ ഇങ്ങനെ വീട്ടിലെ ആളെ കണ്ടപ്പോ മുറ്റത്ത് ഇങ്ങനെ നിന്ന്, അതിന്റെ മുറ്റത്ത് കൂടിയാണ് വഴി. ഇന്നത്തെ പോലെ റോഡുമ്മിലൂടെ ഇങ്ങനെ സ്വന്തം വണ്ടി മുറ്റത്ത് കൊടുന്ന് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിക്ക് വണ്ടി കയറ്റി ഇറങ്ങാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോ ഒരു അയൽവാസി വീട്ടിലേക്ക് വരുമ്പോ അടുത്ത വീടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, ഒന്ന് സംസാരിക്കും. അപ്പൊ ഇവൻ അതുപോലെ രാത്രി വീട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോ അയൽവാസി പെരയിൽ ഇങ്ങനെ ആളുകളൊക്കെ ഒന്ന് രണ്ട് അവിടുത്തെ വീട്ടുകാരൊക്കെ കണ്ടപ്പോ വെറുതെ മുറ്റത്ത് ഇങ്ങനെ ചെന്ന് വർത്താനം പറഞ്ഞാണ്. അപ്പൊ വീട്ടുകാര് പറഞ്ഞു, ചോറിന്ന് പോയിക്കടാറ്. അപ്പൊ ഇവന് ബാപ്പ പറഞ്ഞത് ഓർമ്മ വന്നു, അയൽവക്കത്തുള്ളൊരു ചോറുണ്ടല്ലോ, അത് കളയരുത്. അപ്പം പെട്ടെന്ന് കയ്യും കഴുകി അവരൊപ്പം കൂടി ഇരുന്ന് ചോറ് തിന്നു. അങ്ങനെ ആ ദിവസമാണ് കഴിഞ്ഞു പോയി. പിന്നെ ഇവൻ അതിൽ വന്നപ്പോഴൊന്നും ഈ വീട്ടുകാര് ചോറുണ്ട് എന്ന് പറഞ്ഞില്ല, ചോറ് തിന്നു പോയിക്കോന്നും പറഞ്ഞില്ല. അപ്പൊ ഈ ബാപ്പ ഉദ്ദേശിച്ചത് എന്താ? ബാപ്പ പോരുമ്പോ എന്നും കാക്ക ചോറിന്ന് കണ്ട് പോയിക്കോളിന്നാല്. പക്ഷെ കാക്ക ഒരിക്കലും ആ ചോറ് തിന്നില്ല. കാക്ക പറയാ അത് പിന്നെ തിന്നാറ്. അപ്പൊ ഈ പിന്നെ തിന്നാന്ന് പറഞ്ഞ ചോറ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചോറ് തിന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ചോറ് അവിടെ ഉണ്ട്. അപ്പൊ ഇയാള് മോനോടും പറഞ്ഞതാണ് ആ ചോറ് കളയരുത്, അയൽവക്കത്തുള്ള ചോറാണ്, അവിടെ നിന്നോട്ടെ, അത് കളയരുത് എന്നാ പറഞ്ഞത്. മകൻ എന്താ വിചാരിച്ചത്? ഇത് തിന്നാൻ പറഞ്ഞാൽ ഉടനെ തിന്നണം, അത് ബാപ്പ പറഞ്ഞാണ്, അത് കളയരുത് എന്നല്ലേ. അപ്പൊ പഴയ തലമുറയും ഈ തലമുറയും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ്. ജയ്ക്കോ സേവനം തലമുറകളിലേക്ക്.